ഞങ്ങള് കുറ്റക്കാരി എന്നുള്ളത് തീരുമാനിച്ചു. അയ്യോ അമ്മയെ ഞങ്ങള് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ അവിടെ അമ്മയും കുറ്റക്കാരിയല്ലേ, പിന്നെ എന്തിനു വെറുതെ വിട്ടത്? അവിടെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. അതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞതാ. അവളെ ശിക്ഷിക്കും അവളെ ശിക്ഷിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാണ്. തെളിവില്ലെന്നാണ് ഇപ്പോൾ കോടതി വിധിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവരെ വെറുതെ വിടുന്നാണ് വിധിയിൽ പറയുന്നത്. ഗ്രീഷ്മയുടെ അമ്മയില്ലേ സിന്ധുകുമാരി, അവളെയും വെറുതെ വിടരുതായിരുന്നു. അവർക്കും ശിക്ഷ കൊടുക്കണം, 3 പേർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. 3 പേരും കുറ്റക്കാർ. നാളത്തെ വിധി കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കും. ഹൈക്കോടതി പോകാൻ പറ്റൂല്ലോ. നാളെ ഹൈക്കോടതി ഇവിടുത്തെ വിധി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലോട്ട് പോകും. തൊട്ടത്തിൽ ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് ഞങ്ങൾ തിരക്കും. അതിൻ്റെ കേസിൻ്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മ ചെയ്തതുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിക്കാത്ത ഒരു വിഷമമേ ഉള്ളൂ. ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. കേട്ടില്ല. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ, പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു നഷ്ടത്തിനിടയിലാണ് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തി നിൽക്കുന്നത്. നാളെ ഇത് ശിക്ഷ വിധിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പിന്തുണ നൽകിയത് ആരായിരുന്നു? ഞങ്ങൾക്ക് ഏറ്റവും പിന്തുണ തന്നത് ദൃശ്യമാധ്യമങ്ങൾ തന്നെ. പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുറ്റാന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എല്ലാം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും തന്നു. അങ്ങനെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എല്ലാവരും, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും, ഗവൺമെൻറ്റും മാധ്യമങ്ങളും ഒക്കെ വിനീത് കുമാർ സാർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെയും. ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയതായിരുന്നു ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തിയ മോനല്ലേ. എൻ്റെ വിഷമം ഞങ്ങൾക്ക് എന്നും മാറും, ഇപ്പം മാറുന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ്. ഗ്രീഷ്മയുടെ അമ്മയെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരല്പം ഒരു ഞങ്ങൾ പോകും, ഞങ്ങൾ നോക്കും. മാക്സിമം കേസിൻ്റെ വഴിയിൽ കണ്ടിട്ട് ഞങ്ങൾ സാറുമായിട്ടൊക്കെ കണ്ടെത്തിയതിന് ശേഷം ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും. ശിക്ഷാവിധിയോടെ ഞങ്ങൾ തീരുമാനം എടുക്കും. ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കണം. ഞങ്ങളെ പൊന്നെ ജീവനെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഞങ്ങൾക്ക് ഇനി എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. എൻ്റെ ജീവനെയാണ് അവൾ കൊന്നു കളഞ്ഞത്. നമുക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. എൻ്റെ പൊന്നെ ജീവനെയാണ്.